Hi friends, I am bijo varghese. Welcome back to Financial Server. Now we will review ICICI Lombard Health Advantage എന്ന പോളിസിയാണ്. ഇന്ത്യയിലെ മികച്ച ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളിൽ ഒന്നാണ് ICICI Lombard. ഭാരതി ആക്സ കൂടി അവരുടെ കൂടെ ചേർന്നപ്പോൾ ആ കമ്പനി ഒന്നുകൂടി സ്ട്രോങ് ആയി. വെറും 9 മാസത്തെ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ്, വേൾഡ് വൈഡ് കവറേജ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് പോളിസിയാണ് അഡ്വാൻറ്റേജ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയ്ക്ക് നിങ്ങൾ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. കാരണം നിങ്ങളുടെ ലൈക്കാണ് ഈ ചാനലിന് കിട്ടുന്ന വലിയൊരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഹെൽത്ത് അഡ്വാൻറ്റേജ് എന്ന പ്ലാനിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. പോകാം സ്ക്രീനിലേക്ക്. ഈ പോളിസി ഇൻഡിവിജ്വലായും ഫാമിലി ഫ്ലോട്ടറായും എടുക്കാവുന്നതാണ്. ഫാമിലി ഫ്ലോട്ടറിൽ 2 അഡൽട്ട്, പരമാവധി 3 ചിൽഡ്രൻ എന്നിവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഫാദർ, മദർ, സ്പൗസ്, സൺ, ഡോട്ടർ, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, ബ്രദർ, സിസ്റ്റർ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ എന്നിവർക്ക് ഇൻഡിവിജ്വൽ പോളിസിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ പോളിസിയിൽ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 91 ദിവസം മുതൽ 25 വയസ്സ് വരെയുള്ളവരെ കുട്ടികളായി പരിഗണിക്കുന്നതാണ്. ഈ പോളിസിയുടെ സം ഇൻഷുർഡ് 5 ലക്ഷം രൂപ മുതൽ 3 കോടി രൂപ വരെ ലഭിക്കുന്നതാണ്. ഈ പോളിസിയുടെ പ്രീമിയം 1 വർഷം, 2 വർഷം, 3 വർഷം എന്നീ കാലാവധിയിലേക്ക് അടയ്ക്കാവുന്നതാണ്. ഹെൽത്ത് അഡ്വാൻറ്റേജിൻ്റെ ഈ പ്ലാനിൻ്റെ പേര് അപ്പെക്സ് പ്ലസ് എന്നാണ്. ഈ പോളിസിയിൽ ഏത് റൂം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് പറയുന്നത്. അതുപോലെ ICUവിനും ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ വിധത്തിലുമുള്ള ഡേ കെയർ പ്രൊസീജിയറുകളും ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. 24 മണിക്കൂർ അഡ്മിഷൻ നിർബന്ധമില്ലാത്ത ട്രീറ്റ്മെൻ്റ് ആണ് ഡേ കെയറിൽ വരുന്നത്. അപ് ടു സം ഇൻഷുർഡ് ആണ് ഈ പോളിസിയിൽ ലഭിക്കുന്നത്. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ആണ് കമ്പനി പറയുന്നത്. രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, ആശുപത്രിയിലൊന്നും റൂം ലഭ്യമല്ലാത്ത അവസ്ഥ തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ലഭ്യമാകുന്നത്. ഈ പോളിസിയിൽ റീഫിൽ ബെനിഫിറ്റ് അഥവാ റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് അപ് ടു 100% ലഭിക്കുന്നതാണ്. പാർഷ്യലായി ഉപയോഗിച്ചാലും അതുപോലെ ഏത് ഇൽനെസ്സിനും അതുപോലെ സെയിം പേഴ്സണും എടുക്കാവുന്നതാണ്. ഈ പോളിസിയുടെ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്നത് 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്നത് 180 ദിവസവുമാണ്. റോഡ് ആംബുലൻസ് ചാർജായി സം ഇൻഷുർഡിൻ്റെ 1% അല്ലെങ്കിൽ മാക്സിമം 10,000 രൂപ വരെ പെർ ഹോസ്പിറ്റലൈസേഷന് ലഭിക്കുന്നതാണ്. അടുത്തത് നോ ക്ലെയിം ബോണസ്. യഥാർത്ഥത്തിൽ ഇവിടെ ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസാണ് ലഭിക്കുന്നത്. 20% വീതം എല്ലാ വർഷവും പരമാവധി 100% ബോണസ് ലഭിക്കുന്നതാണ്. ക്ലെയിം വന്നാലും ബോണസ് നഷ്ടമാകുന്നതല്ല. ബാരിയാട്രിക് സർജറിക്ക് സം ഇൻഷുർഡിൻ്റെ 50% അല്ലെങ്കിൽ പരമാവധി 10 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. അമിതവണ്ണത്തിന് ചെയ്യുന്ന സർജറിയാണ് ബാരിയാട്രിക് സർജറി. ഇതിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് 3 വർഷമാണ്. ഓർഗൻ ഡോണർ എക്സ്പെൻസും അപ് ടു സം ഇൻഷുർഡ് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. ആയുഷ് ഈ പോളിസിയിൽ കവർ ചെയ്യുന്നതാണ്. അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ആയുഷ് എന്നാൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്നിവയാണ്. അടുത്തതാണ് കൺവലസൻസ് ബെനിഫിറ്റ്. 10 ദിവസത്തിൽ കൂടുതൽ ആശുപത്രിയിൽ അടുപ്പിച്ച് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ 20,000 രൂപ എക്സ്ട്രാ ബെനിഫിറ്റായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. ഇത് ഓവർ ആൻഡ് എബോവ് സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഡൊമസ്റ്റിക് എയർ ആംബുലൻസ് ഈ പോളിസിയിൽ അപ് ടു സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. ഈ തുക സം ഇൻഷുർഡിൽ നിന്നും കുറയ്ക്കുന്നതല്ല, ഓവർ ആൻഡ് എബോവ് ബേസ് സം ഇൻഷുർഡ് ലഭിക്കുന്നതാണ്. 25 ലക്ഷത്തിന് മുകളിൽ സം ഇൻഷുർഡ് ഇടുകയാണെങ്കിൽ വേൾഡ് വൈഡ് കവറേജ് ലഭിക്കുന്നതാണ്. ഇതിന് 10% കോപേയ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇവരുടെ ഇന്റർനാഷണൽ പാർട്ട്ണറാണ് ഫാൽക്ക്. ആംബുലൻസ് അസിസ്റ്റൻസ് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. ടെലി കൺസൾട്ടേഷൻ ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. സം ഇൻഷുർഡിൻ്റെ 5% അല്ലെങ്കിൽ പരമാവധി 25,000 രൂപ ഹോം കെയർ ട്രീറ്റ്മെൻറ്റിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അഡീഷണൽ പ്രീമിയം അടച്ചാൽ ലഭിക്കുന്ന റൈഡേഴ്സ് ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യത്തേത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. സം ഇൻഷുർഡിൻ്റെ 10% അല്ലെങ്കിൽ പരമാവധി 10 ലക്ഷം രൂപ മെറ്റേണിറ്റി ബെനിഫിറ്റായി ലഭിക്കുന്നതാണ്. പരമാവധി 3 ഡെലിവറിക്ക് ഇത്തരത്തിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. മെറ്റേണിറ്റി കവറിന്റെ 2 ഇരട്ടി ന്യൂബോൺ ബേബി കവറേജായി ലഭിക്കുന്നതാണ്. സം ഇൻഷുർഡിന്റെ 1% അല്ലെങ്കിൽ പരമാവധി 10,000 രൂപ വാക്സിനേഷൻ ചാർജായി ലഭിക്കുന്നതാണ്. ക്രിട്ടിക്കൽ ഇൽനസ് പിടിപെടുകയാണെങ്കിൽ എത്രയാണോ സം ഇൻഷുർഡ് അല്ലെങ്കിൽ പരമാവധി 50 ലക്ഷം രൂപ ലംസമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പേഴ്സണൽ ആക്സിഡന്റ് റൈഡറും ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. സം ഇൻഷുർഡ് പ്രൊട്ടക്ടർ ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. ഇൻഫ്ലേഷൻ അനുസരിച്ച് നിങ്ങളുടെ സം ഇൻഷുർഡ്
ഇൻഷുർഡും ഉയരുന്നതാണ്. നിങ്ങളുടെ കൺസ്യൂമബിൾസ് കവർ ചെയ്യുന്നതിന് ക്ലെയിം പ്രൊട്ടക്ടർ റൈഡർ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. IL ടേക്ക് കെയർ എന്ന മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെൽനസ് ആൻഡ് വാല്യൂ സർവീസിൽ പങ്കെടുത്താൽ പോയിന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പോളിസിയിൽ യാതൊരുവിധ കോപേയ്മെന്റും ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പ്രീമിയം കുറയ്ക്കണമെങ്കിൽ കോപേയ്മെന്റ് ഓപ്ഷണൽ ആയി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 10%, 20% എന്നീ ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നത് വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ചാണ്. ഈ പോളിസിയുടെ ഇനീഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നത് 30 ദിവസമാണ്. ആക്സിഡന്റിന് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതാണ്. സ്പെസിഫൈഡ് ഇൽനെസ്സിന് 2 വർഷം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന് ഉദാഹരണങ്ങളാണ് ഹെർണിയ, കാറ്ററാക്ട്, കിഡ്നി സ്റ്റോൺ, വെരിക്കോസ് വെയിൻ, ENT പ്രോബ്ലംസ് എന്നിവ. ചുരുക്കി പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ഉള്ള എല്ലാ അസുഖങ്ങളും സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ്. ബാരിയാട്രിക് ട്രീറ്റ്മെൻറ്റിന് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നതാണ്. മെറ്റേണിറ്റിക്ക് 9 മാസത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. പക്ഷേ 3 വർഷത്തെ പ്രീമിയം എങ്കിലും മുൻകൂറായി നിങ്ങൾ അടച്ചിരിക്കണം. ക്രിട്ടിക്കൽ ഇൽനെസ്സിന് 60 ദിവസത്തെയും 90 ദിവസത്തെയും വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഇത് ഇൽനെസ് നോക്കിയാണ് തീരുമാനിക്കുന്നത്. ഇതിന് സർവൈവൽ പീരീഡൊന്നും പറയുന്നില്ല. സാധാരണ പോളിസികളിൽ ക്രിട്ടിക്കൽ ഇൽനെസ് വന്ന് ഇത്ര ദിവസം ജീവിച്ചിരിക്കണമെന്ന നിബന്ധന കാണാറുണ്ട്. ഈ പോളിസിയിൽ അത്തരം കണ്ടീഷനൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്ന കുറച്ച് ഡിസ്കൗണ്ടുകൾ നോക്കാം. 2 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കുകയാണെങ്കിൽ 7.5% ഡിസ്കൗണ്ടും 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ചടയ്ക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസിയുടെ ഹാർഡ് കോപ്പി വേണ്ട, സോഫ്റ്റ് കോപ്പി മാത്രം മതിയെങ്കിൽ 100 രൂപ ഇളവ് ലഭിക്കുന്നതാണ്. ഇതൊരു ഗോ ഗ്രീൻ ഇനിഷ്യേറ്റീവ് ആണ്. IL ടേക്ക് കെയർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാ സർവീസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതാണ് അനിമൽ ബൈറ്റ് വാക്സിനേഷൻ. അനിമൽ ബൈറ്റ് വാക്സിനേഷന് 10,000 രൂപ വരെ ഈ പോളിസിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ചെക്കപ്പ് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. സം ഇൻഷുർഡിന്റെ 0.5% അല്ലെങ്കിൽ പരമാവധി 10,000 രൂപ ക്യാഷ്ലെസ് ബേസിസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പോളിസി ആനുവൽ മോഡിൽ അടയ്ക്കുകയാണെങ്കിൽ 30 ദിവസവും EMI മോഡിലാണ് അടയ്ക്കുന്നതെങ്കിൽ 15 ദിവസവും ഗ്രേസ് പീരീഡ് ലഭിക്കുന്നതാണ്. പ്രീമിയം ചാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതിന്റെ കാരണം മുൻപിലത്തെ പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീമിയം അറിയണമെങ്കിൽ 9495530858 എന്നെൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫൈനാൻഷ്യൽ സർവിൻ്റെ സേവനം ഇന്ത്യയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പോളിസി എടുത്ത് തരിക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ക്ലെയിമിൻ്റെ സമയത്തും റിന്യൂവൽ സമയത്തും മറ്റവസരങ്ങളിലും ഞങ്ങളുടെ സൗജന്യ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസിൽ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. നിങ്ങൾ ഏത് പോളിസിയും എടുക്കുന്നതിന് മുമ്പായി ബ്രോഷറും വോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ ഏതെല്ലാം അസുഖങ്ങളാണ് സ്പെസിഫൈഡ് ഇൽനെസ്സിൽ വരുന്നതെന്നും ഏതെല്ലാമാണ് എക്സ്ക്ലൂഷൻ എന്നും മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ പോളിസിയുടെ വെയിറ്റിംഗ് പീരീഡും സബ് ലിമിറ്റും കോപേയ്മെൻറ്റ്സും അറിഞ്ഞിരിക്കുക. ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ തയ്യാറാക്കിയ വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലെയിം റിജക്റ്റ് ആവുന്ന സമയത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നും എനിക്കാരും ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു എന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് യൂട്യൂബിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണെങ്കിൽ ഫൈനാൻഷ്യൽ സർവ് എന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫൈനാൻഷ്യൽ സർവിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ സൈൻ ഓഫ് ബിജോ. ഹാവ് എ നൈസ് ഡേ.